ലേഡീസ് കിച്ചൺ ഡയറി. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന ഒരു നോൺ വെജ് ഐറ്റമാണ് ബീഫ് കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ ഫ്രൈ. അതിലേക്കായിട്ട് ബീഫ് ഉണക്കിയ ഒരു 8 പീസ് ബൗളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ബീഫ് ഉണക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ബീഫ് നമ്മൾ വാങ്ങുമ്പോൾ കനം കുറച്ച് ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുക്കണം. അതിലേക്ക് ഉപ്പ്, മഞ്ഞൾ, മുളക് ഇവ പുരട്ടി 3-4 ദിവസം വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. ബീഫ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ വളരെ തിന്നായിരിക്കണം, എങ്കിൽ മാത്രമേ പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയുള്ളൂ. മാത്രമല്ല, നമ്മൾ ഫ്രൈ ചെയ്യാൻ ഇടിച്ചെടുക്കുമ്പോൾ ചതയാനും എളുപ്പം ഇതായിരിക്കും. ഇനി നമുക്ക് ഈ ബീഫിൻ്റെ പീസുകൾ വെള്ളത്തിൽ കുതിർത്തെടുക്കണം. അതിനായി ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഈ പീസുകൾ ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഇതേ രീതിയിൽ ബീഫ് ഉണക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് കറികളെക്കുറിച്ചൊരു പ്ലാൻ ഇല്ലാത്ത ദിവസം ഈ ഫ്രൈ തയ്യാറാക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതൊരു 1 അവർ ഇതേ രീതിയിൽ കുതിർത്തിയെടുക്കാം. കുതിർത്തി വെച്ച ബീഫ് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് സോഫ്റ്റായി. നമ്മളൊന്ന് പ്രസ് ചെയ്യുമ്പോൾ രണ്ടായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരുവമാണ് വേണ്ടത്. ഇനി മറ്റ് ഇൻഗ്രീഡിയൻസ് നോക്കാം. 1 സവാള, 4 ചെറിയ ഉള്ളി, 8 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, 2 വറ്റൽമുളക്. പൊടികൾ നോക്കാം. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി. അത് നമ്മളിപ്പോൾ ചതച്ചെടുത്തതാണ്. മിക്സിയിൽ പൊടിച്ചെടുക്കുന്നതിനേക്കാൾ നല്ലത് ചതച്ചെടുക്കുന്നതാണ്. കടുക്, വെളിച്ചെണ്ണ. ഇനി നമുക്ക് ബീഫ് ചതച്ചെടുക്കാം. ബീഫ് ചതച്ചെടുക്കാൻ കല്ല് സെറ്റ് ചെയ്യണം. അതിനുശേഷം ഓരോ പീസുകളും എടുത്ത് നല്ലപോലെ ഇടിച്ചെടുക്കണം. മുറിഞ്ഞു കിട്ടണം ഓരോ കഷ്ണങ്ങളും. കുരുമുളക് പൊടി അടുത്ത് തന്നെ എടുത്തു വെക്കാൻ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഇനി കുരുമുളക് പൊടി ഇട്ടാണ് ഇടിച്ചെടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു സ്പൈസി ഫ്ലേവർ കറിക്ക് കിട്ടും. ഇതേ രീതിയിൽ ബാക്കി എല്ലാ പീസും ചതച്ചെടുക്കാം. ബീഫ് നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതേ രീതിയിലായിരിക്കണം ചതച്ചെടുക്കാൻ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. കുരുമുളക് പൊടി ഓൾറെഡി ഇതിൽ ചേർത്തിരിക്കുന്നതുകൊണ്ട് എല്ലായിടത്തും ഒരുപോലെ പിടിക്കുന്നതിനായി നന്നായി തിരുമ്മി കൊടുക്കാം. പച്ചമുളക് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സവാള ചെറിയ കഷ്ണങ്ങളായി വേണം അരിയാൻ. ഇത് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ചെറിയുള്ളി, ഇഞ്ചിയാണ്. ചതച്ച് തന്നെ എടുക്കണം. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. ഫ്രൈ തയ്യാറാക്കാൻ പാൻ മീഡിയം ഫ്ലെയിമിൽ വെക്കാം. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും വറ്റൽമുളകും ഇടാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ചേർക്കാം. സവാള ഒന്ന് വാടിക്കിട്ടിയാൽ മാത്രം മതി. അടുത്തതായി ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അധികം മുരിയേണ്ട ആവശ്യമില്ല. ബീഫ് നല്ലപോലെ വരട്ടിയെടുക്കണം. അപ്പോൾ ഇതെല്ലാം മുരിഞ്ഞ് കിട്ടിക്കോളും. ഇനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി.
ഇനി ഇത് മിക്സ് ചെയ്യാം. പൊടികളുടെ പച്ചമണം മാറുമ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതോടൊപ്പം ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കിയെടുക്കാം. എണ്ണ കുറവാണെങ്കിൽ ഇടയ്ക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ബീഫ് നല്ലപോലെ എണ്ണയിൽ മുരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടി ആഡ് ചെയ്യാം. വീട്ടിൽ തന്നെ തയ്യാറാക്കിയ മസാലപ്പൊടിയാണിത്. ബീഫ് ഫ്രൈ റെഡിയായി. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഇടിച്ചുലത്തിയ നല്ല സ്പൈസിയായ ബീഫ് ഫ്രൈ ആണിത്. ചോറിൻ്റെ ഒപ്പം കാളനും കൂട്ടി ഈ ബീഫ് ഫ്രൈ കഴിച്ചു നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്